ഹലോ എവരിവൺ, നമുക്കിന്നൊരു കുട്ടി ട്രിപ്പ് പോയാലോ? അതും നമ്മുടെ കോഴിക്കോടേക്ക്. അപ്പോൾ ഫുഡിൻ്റെയും അതുപോലെ തന്നെ നല്ല ഒരു കൾച്ചറിൻ്റെയൊക്കെ സ്പേസ് ആയിട്ടുള്ള കോഴിക്കോടേക്കാണ് നമ്മുടെ ഈ വെക്കേഷൻ്റെ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കസിൻസ് 2 പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവരെയും കൂടി മീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കോഴിക്കോട് സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോഴിക്കോട് എത്തിയത് ഹൈലൈറ്റ് മാളിലേക്കാണ്. കാരണം നമുക്ക് കുറച്ച് സമയം അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അവരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവർ എത്തണമുണ്ടായിരുന്നുള്ളൂ. നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലുലു ഒക്കെ പോലെ തന്നെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഷോപ്സുകളും നല്ലൊരു ഷോപ്പിംഗ് സ്പേസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു അടിപൊളി മാളാണ് ലുലു പോലെ തന്നെയുള്ള ഹൈലൈറ്റ് മാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഹൈലൈറ്റ് മാളിൽ നമ്മൾ എത്തിയ സമയം നമുക്ക് വിഷു, ഈസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഫെസ്റ്റീവ് സീസൺസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിലായിരുന്നു കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. എല്ലാവരും ഷോപ്പിങ്ങിനായിട്ടും മൂവീസ് കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെയായി ഇവിടെ മാളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ ബ്രാൻഡഡ് ഷോപ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സും തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഫുഡ് വെയേഴ്സിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ, ഷർട്ട്സിൻ്റെ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഐറ്റംസിൻ്റെയും തന്നെ നല്ല ബ്രാൻഡഡ് ഷോപ്സുകൾ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം ടർക്കിഷ് ഐസ്ക്രീം കൊടുക്കുന്നൊരു പ്ലേസ് കണ്ടു. അപ്പോൾ അവിടെ നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് നോക്കി. കാരണം നമ്മൾ വീഡിയോസിലൊക്കെ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ട്, ഇവിടെ ഒരു ഫണ്ണി വേ ഓഫ് ഗിവിങ് ഐസ്ക്രീംസ്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളൊന്ന് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ടൈം വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, ചെറുതായിട്ട് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കഴിക്കാമെന്ന് ഓർത്താണ് ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ അവർ വന്നു. അപ്പോൾ നമുക്കൊരു 2 PM ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ ലഞ്ച് കഴിച്ചു. അപ്പോൾ നമ്മൾ പനീർ കഴിച്ചു. തന്നെ ഇവിടുത്തെ ഷവർമ്മ ഒരു എക്സ്പീരിയൻസ് ചെയ്തു. ദെൻ നോർത്ത് ഇന്ത്യൻ ഫുഡായിട്ടുള്ള റൊട്ടി ആൻഡ് കറിയൊക്കെയാണ് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ കുറച്ച് ടൈമും കൂടി അവരോടൊപ്പം അവരുടെ ചെറിയ ഷോപ്പിങ്സിനൊക്കെ ആയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇവിടുത്തെ മാളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോയത്. അപ്പോൾ ഫെസ്റ്റീവ് സീസൺസിൻ്റേതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള റഷും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോയ ഒരു ബീച്ച് എന്ന് പറയുന്നത് കാപ്പാട് ബീച്ചിലേക്കാണ്. അപ്പം ക്ലീനസ്റ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ബീച്ചസിൻ്റെ ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ, അതായത് ക്ലീനസ്റ്റ് ബീച്ച് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഇവർക്ക് അവാർഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാസ്കോ ഡ ഗാമ വന്നിറങ്ങിയ ഒരു പ്ലേസ് എന്ന രീതിയിലും കൂടിയാണ് ഇത് ഫേമസ് ആയിരിക്കുന്നത്. അപ്പോൾ നല്ല കാം ആൻഡ് ക്വയറ്റ്, അതോടൊപ്പം തന്നെ നല്ല നീറ്റായിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് നമുക്ക് ഈ ബീച്ച് ഫീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഒത്തിരിയും വരുന്ന ഒരു ബീച്ചാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റഷായിരിക്കും. അത്യാവശ്യം നമുക്കവിടെ നിൽക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ടൈമൊന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല. ആ കാര്യം ഭയങ്കര ലൈവാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഭയങ്കരമായിട്ടും തിരക്കുള്ളൊരു പ്ലേസാണ്. പക്ഷേ ഈ ഒരു ബീച്ച് അതിനൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. നല്ല ഭംഗിയാണ്, നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമ്മളിവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ചെറിയൊരു ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് പോരുന്ന വഴിക്കാണ് വാസ്കോ ഡ ഗാമയുടെ ഒരു സ്റ്റാച്ചു പോലെ കണ്ട് അതും കണ്ടിട്ട് പോകുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റായിട്ട് നമ്മുടെ ഒരു റിസോർട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റിസോർട്ടിലേക്കാണ് നമ്മൾ പോയത്. റീഫ് ക്ലബ് എന്ന് പറയും. കോഴിക്കോട് തന്നെയുള്ള ഒരു പ്ലേസാണ്. നല്ല രീതിയിൽ റൂംസും അതോടൊപ്പം തന്നെ നമുക്കൊരു പാർട്ടി ഏരിയയൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് റിസോർട്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് കായലാണ്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റും നല്ലൊരു ആംബിയൻസായിരുന്നു. സോ പിറ്റേ ദിവസം നമ്മൾ മോർണിംഗ് എണീറ്റു. നമുക്ക് ഓശാന ഞായറാണ്. അപ്പോൾ പള്ളിയിൽ പോകണം, നമുക്ക് കുരുത്തോല വാങ്ങണം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ തന്നെയുള്ള മദർ ഓഫ് ഗോഡ് കത്തീഡ്രലിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് രൂപതയെ അതിരൂപതയായിട്ട് വരുത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു സൺഡേ മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നപ്പം ഈസ്റ്ററിൻ്റെ ആ ഒരു വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹോളി വീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സെലിബ്രേഷൻ കൂടി നമ്മളെ അവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു രൂപതയെ അതിരൂപതയായി ഉയർത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ സൺഡേ മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിയപ്പം ഇവിടുത്തെ ആർച്ച് ബിഷപ്പിൻ്റെ ഒരു സ്വീകരണവും ഇതോടൊപ്പം തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയുള്ള സെൻറ്റ് വിൻസെൻറ്റ്സ് ഹോമിലാണ് നിന്നാണ് നമ്മുടെ ഓശാനയുടെ കർമ്മങ്ങളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇവിടുത്തെ രൂപത തലത്ത് നിന്നുള്ള ഒരുപാട് അച്ഛന്മാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ആളുകൾ ഈ പറയുന്ന ബിഷപ്പിനെയൊക്കെ വെയിറ്റ് ചെയ്ത്, ആർച്ച് ബിഷപ്പിനെയൊക്കെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നു. ഡോക്ടർ വർഗീസ് ചക്കാലക്കലാണ് ഇവിടുത്തെ ഈ ഒരു അതിരൂപതയുടെ ആദ്യത്തെ
ആർച്ച് ബിഷപ്പായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒത്തിരി ആളുകളോട് നല്ല രീതിയിൽ സംസർഗം പുലർത്തുന്ന വളരെ ജോളി ആൻഡ് ഫണ്ണിയായിട്ടുള്ള ഒരു ബിഷപ്പായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അവിടെ നിന്ന് എല്ലാ ആളുകളെയും കാണാനും അവരോടൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് കുർബാനയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും കുരുത്തോലയൊക്കെ കിട്ടി അതുമായിട്ട് നമ്മൾ ഒരു പ്രദക്ഷിണമായിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളിവിടെ നിന്ന സമയത്ത് തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഈ ഒരു പ്രദക്ഷിണമായിട്ട്, അതായത് യേശു നമ്മുടെ ജെറുസലേമിലേക്ക് നടത്തിയ ഒരു രാജകീയ പ്രവേശനം പോലെ തന്നെ ഈ കുരുത്തോലയുമായിട്ട് നമ്മൾ പള്ളിയിലെത്തി കുർബാനയെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പിനൊരു സ്വീകരണം കൊടുത്തു. ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, പൊന്നാടിയൊക്കെ അണിയിച്ചു. ഒരുപാട് കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് അവരോടൊപ്പമാണ് അദ്ദേഹം അവിടെ കേക്ക് കട്ട് ചെയ്തത്. അതിനുശേഷം ഒരുപാട് മന്ത്രിമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിരൂപതയായിട്ട് ഉയർത്തിയത് തൊട്ട് തലേ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവിടെ എത്തി അദ്ദേഹത്തെ ഗ്രീറ്റ് ചെയ്യാനായിട്ടും കൂടി നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. VP ജയരാജൻ വന്നു. അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു, MV ഗോവിന്ദൻ. അപ്പോൾ അവരുടെ എല്ലാം ചെറിയ രീതിയിലുള്ളൊരു മീഡിയാസായിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ ഒരു ടൈമിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പാറുകളിലാണ് പോയത്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ കയറാണ്ട് പോകാമല്ലേ. അപ്പോൾ നമുക്ക് നോമ്പാണെങ്കിൽ കൂടി നമ്മളവിടുത്തെ ജസ്റ്റ് വെജിറ്റേറിയൻ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഫുഡൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷമാണ് പോകുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു കോഴിക്കോട് ബീച്ച്. അപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങുന്ന ഒരു ടൈമായിട്ടേ ഉള്ളൂ. അറൗണ്ട് ഒരു 10:30-11 ആ ഒരു ടൈമിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം കോഴിക്കോട് ബീച്ചിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ മിഠായി തെരുവിലേക്ക് വന്നു. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നടത്തിയതിന് ശേഷം മിഠായി തെരുവിലെ ചെറിയ ഫുഡ്സൊക്കെ നമ്മൾ എൻജോയ് ചെയ്താണ് ഇവിടെ നിന്ന് പോകുന്നത്. നമ്മൾ നെക്സ്റ്റ് ഇവിടെ തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ തന്നെ തിരിച്ചെത്തി. ഇപ്പോൾ നമ്മളൊരു ഈവനിങ് വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് തന്നെയാണ് ഓർക്കണേ. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് തന്നെയാണ്. ഇവിടുത്തെ ലോൺ ഏരിയ ഉണ്ട്. അതോടൊപ്പം തന്നെ കായലിനോട് ചേർന്ന് നമുക്കവിടെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു സ്പേസിങ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻജോയ് ചെയ്ത് നമ്മളൊരു ഈവനിങ് ടീ ആൻഡ് സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് ചെയ്തത്. ദെൻ നമുക്കിവിടെ നൈറ്റൊക്കെ നൈറ്റാറായപ്പം നമ്മളിവിടെ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോയി. ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ പഞ്ചാബ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ആദ്യം വിസിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറച്ച് സ്നാക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഇവിടെ വന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു ഒരുപാട് ഫുഡ് ഓപ്ഷൻസൊക്കെ അവിടെ തന്നെ അവരുടെ ഇതായിട്ടുള്ള രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അഫോർഡബിൾ റേറ്റും കൂടി ആയിട്ടാണ് നമുക്കത് ഫീൽ ചെയ്തത്. ദെൻ സെയിൻസ് ഹോട്ടൽ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ പാരഗൺ പോലെ തന്നെ എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഹോട്ടലാണ് സെയിൻസ് ഹോട്ടൽ എന്ന് പറയുന്നത്. വളരെ ട്രഡീഷണലായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരുപാട് റെക്കഗ്നിഷൻസൊക്കെ കിട്ടിയിട്ടുള്ള കോഴിക്കോടെ തന്നെ ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ് സെയിൻസ് ഹോട്ടൽ എന്ന് പറയുന്നത്. ഒത്തിരി സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. കോഴിക്കോടിൻ്റെ തനതായിട്ടുള്ള ഒരുപാട് സ്നാക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരിക്കുന്ന നമ്മുടെ കുക്കീസ് ഉണ്ട്. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ വന്നൊരു സ്നാക്ക് ടൈം എൻജോയ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സുപ്രഭാതം എന്ന് പറയുന്നൊരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ അവിടെ വന്ന് ആസ് യൂഷ്വൽ നമ്മുടെ ദോശ ഫാൻസ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ദോശയൊക്കെ എൻജോയ് ചെയ്തു. ദെൻ കോഴിക്കോടിൻ്റെ ഒരു നൈറ്റ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് ചെയ്തത്. സോ വിഷിങ് എ ഹാപ്പി ഈസ്റ്റർ ആൻഡ് ഹാപ്പി വിഷു.